നമസ്കാരം. ഇന്നൊരു വെറൈറ്റി പായസം റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് ആൻഡ് സേമിയ പായസം. ഇതുണ്ടാക്കാൻ അധികം സമയം ആവശ്യമില്ല, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട് ചേർത്ത് ഇളക്കുക. തീ കുറച്ച് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. കാഷ്യൂ നട്ട് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ഉണക്കമുന്തിരിയും ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും കോരിയെടുക്കുക. വീണ്ടും തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അതേ പാനിലേക്ക് തന്നെ 2 കപ്പ് വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുക. ഇനി ഈ ക്യാരറ്റ് തുടർച്ചയായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. ക്യാരറ്റ് നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. വീണ്ടും തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഏകദേശം 1-1.5 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ലയിച്ച് ഇതുപോലെ കിട്ടും. പായസം സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ അവസരത്തിൽ അല്പം എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് ഇളക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം മിനിമം 3 ലിറ്ററെങ്കിലും കപ്പാസിറ്റിയുള്ള ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് വെർമിച്ചെല്ലി, അതായത് സേമിയ ചേർക്കുക. ഇനി ഇത് ഇളക്കി റോസ്റ്റ് ചെയ്യുക. ഇളക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് നെയ്യ് കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം 1-2 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവും. ഈ സ്റ്റേജിൽ ഉടൻ തന്നെ ഇതിലേക്ക് പാലൊഴിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 1.5 ലിറ്റർ പാലിൽ നിന്നും 1/2 കപ്പ് കുറച്ചിട്ടുള്ള ബാക്കി പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചത്. 1/2 കപ്പ് പാല് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചപ്പോൾ അതിലൊഴിച്ചായിരുന്നു. ഇനി സേമിയ ഒരു 1/4 വേവാകുന്നത് വരെ, അതായത് ഒരു 75-80% വേവാകുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വേവിക്കുക. ഇളക്കാതിരുന്നു കഴിഞ്ഞാൽ പാട കെട്ടാനും അതുപോലെ തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലും തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്കും സെറ്റ് ചെയ്യുക. സേമിയ വേവാനെടുക്കുന്ന സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന സേമിയയുടെ വലുപ്പം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഏകദേശം ഒരു 4 മുതൽ 7 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള 75-80% വേവാകും. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഇളക്കുക. നേരത്തെ ക്യാരറ്റിൽ നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയും ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഈ പായസത്തിൽ ചേർത്തിരിക്കുന്നത്. ഈ അളവിൽ ചേർക്കുകയാണെങ്കിൽ ഒരു മീഡിയം മധുരമുള്ള പായസമായിരിക്കും ലഭിക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പഞ്ചസാര ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം കൂടി ഇളക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ടും കിസ്മിസും ചേർത്ത് ഇളക്കുക. ക്യാരറ്റ് ആൻഡ് സേമിയ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം കുറഞ്ഞത് 20 മിനിറ്റ് നേരം ഇത് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഈ ചൂടുകൊണ്ട് തന്നെ ഇത് ബാക്കി വേകാനുള്ളത് വെന്തോളും. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ സേമിയ 75-80% വെന്തതിന് ശേഷം മാത്രമേ മധുരം ചേർക്കാവൂ. പഞ്ചസാര അതിന് മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ സേമിയ വേവുകയില്ല. അതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പാത്രം മാത്രം പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട്. കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും വെച്ചതിന് ശേഷം ചെറു ചൂടോടുകൂടി പായസം വിളമ്പാവുന്നതാണ്. അതുപോലെ പായസം നന്നായി തണുത്തതിന് ശേഷം അതിന് കൊഴുപ്പ് കൂടുതൽ തോന്നുവാണെങ്കിൽ അല്പം ചൂട് പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വെറൈറ്റി പായസം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. See you with another video. Thanks for watching.